അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ്, ഒരു ചോദ്യം. മരിച്ചു കഴിഞ്ഞാൽ മയ്യത്തിനെ കട്ടിലിൽ കിടത്തുമല്ലോ. ഇപ്പോൾ കട്ടിലിൽ കിടത്തുന്ന സമയത്ത് ചില ആളുകൾ പായ വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ മയ്യത്തിനെ കിടത്താറുണ്ട്. എന്നാൽ മറ്റു ചില ആളുകൾ ബെഡ്ഷീറ്റോ അല്ലെങ്കിൽ തുണിയോ എന്തെങ്കിലും വിരിച്ചിട്ടായിരിക്കും മയ്യത്തിനെ കിടത്തുക. എന്നാൽ ചില ആളുകൾ അതിനെ എതിർക്കുന്നുണ്ട്, അങ്ങനെ ഒന്നും വിരിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ മറ്റു ചില ആളുകൾ അങ്ങനെയൊന്നും പറ്റില്ല, ഇതുപോലെ പായയോ ബെഡ്ഷീറ്റോ എന്തെങ്കിലും വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ കിടത്തണം എന്നും പറയുന്നുണ്ട്. ശരിക്കും എന്താണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്? ഇതിനെക്കുറിച്ച് ഉലമാക്കൾ വ്യക്തമായിട്ട് കിതാബുകളിൽ എന്തെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ ഉസ്താദെ? പിന്നെ അതുമാത്രമല്ല, ഈ മയ്യത്തിനെ കിടത്തുന്ന സമയത്ത് ആ മയ്യത്തിനെ എന്തെങ്കിലും ഒരു തുണി ഇട്ട് നമ്മൾ മൂടി വെക്കുമല്ലോ. അങ്ങനെ ആ തുണി മൂടിക്കഴിഞ്ഞാൽ ആ തുണി പാറിപ്പോവാതിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ മയ്യത്തിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ തിരികെ വെക്കും. അപ്പോൾ ആ തുണിയും മയ്യത്തിൻ്റെ അടിയിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് കിതാബുകളിൽ എന്തെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ ഉസ്താദെ? വിശദമായ മറുപടി പ്രതീക്ഷിക്കുന്നു ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ബഹുമാനം കൂടുക ചെയ്യുക. ജീവിച്ചിരിക്കുന്നതിനേക്കാളും ബഹുമാനം കൂടും മയ്യത്തിനിക്ക്. അതുകൊണ്ട് തന്നെ ആ മയ്യത്തുമായി കൊണ്ട് ഇടപഴകുന്ന ആളുകൾ നല്ലോണം ശ്രദ്ധിക്കണം. എങ്ങനെയൊക്കെ ഏതൊക്കെ രൂപം വളരെ വ്യക്തമായി കൊണ്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കുളിപ്പിക്കുന്നിടത്തും കഫൻ ചെയ്യുന്നിടത്തും കൊണ്ടുപോകുന്നിടത്തും ഒക്കെ. അപ്പോൾ ആ കൂട്ടത്തിൽ മരിച്ചു കഴിഞ്ഞാൽ ആദ്യമായി കൊണ്ടൊന്ന് കിടത്തുമല്ലോ. ആ കിടത്തുന്ന സമയത്ത് നല്ല നിർദ്ദേശങ്ങളുണ്ട്, എങ്ങനെ കിടത്തണം, ഏതൊക്കെ രൂപത്തിൽ. അപ്പോൾ അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഭൂമിയിൽ നിന്നും ഉയർന്ന ഒരു പ്രതലത്തിലായിക്കൊണ്ട് ഒരു കട്ടിൽ പോലത്തതിൽ അങ്ങനെ തന്നെ പച്ചയായിട്ട് കിടത്തണം. ഒരു വിരിപ്പോ അതുപോലെ തന്നെ പായയോ ഒന്നും ചെയ്യരുത് എന്നുള്ളത്. അതൊക്കെ ഒരു വിരിപ്പോ പായൊന്നുമില്ലാതെ എന്തിനാ അങ്ങനെ കിടത്തുന്നത് എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം അതിനെപ്പറ്റി നമ്മൾ പഠനം നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഒരിക്കലും വിരിക്കരുത്. കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അങ്ങനെ വിരിക്കണ്ട, അങ്ങനെയാണ് കിടത്തേണ്ടതെന്ന് പറയാൻ കാരണം അതിന് വ്യക്തമായിട്ട് കാരണമുണ്ട്. കാരണം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ മയ്യത്ത് കൂടുതൽ നേരം ഭൂമിൻ്റെ മേലെ വെക്കാൻ പറ്റൂല. എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്ക് സാധാരണ ജീവിച്ചിരിക്കുന്ന ഒരാളെ പോലെ അല്ലല്ലോ. അതിനൊക്കെ വാസന അടിക്കാൻ തുടങ്ങും, കേടുവരാൻ തുടങ്ങും, അതുപോലെ തന്നെ പ്രാണികൾ ഇരിക്കാൻ തുടങ്ങും. ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം ആയതുകൊണ്ട് തന്നെ നമുക്കൊരു വെക്കാൻ പറ്റുന്നൊരു സമയമുണ്ട്, കൂടുതലൊന്നും പറ്റൂല. അപ്പം നമുക്ക് ഈ മയ്യത്തിന് വേണ്ടപ്പെട്ട ആളുകളൊക്കെ വന്ന് അതുപോലെ തന്നെ കർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുക എന്നുള്ളതൊക്കെ വേണമല്ലോ. അപ്പം ആയതുകൊണ്ട് അവർക്ക് വരാനുള്ള എത്തിപ്പിടിക്കാനുള്ള ഒരു സംവിധാനം വിദൂരമായ സ്ഥലത്തുണ്ടെങ്കിൽ അവരൊക്കെ മക്കളൊക്കെ അപ്പോൾ അങ്ങനെ വിദൂരമായ സ്ഥലത്തിന് അവർക്ക് വരാനുള്ള ഒരു സമയം ഒക്കെ വേണം. അപ്പം അതുകൊണ്ട് പെട്ടെന്ന് ചിലപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റിക്കോളുന്നില്ല. അവരെ കർമ്മങ്ങൾ എന്തായാലും ചെയ്യണം, അതിന് പുറമെ എത്തിപ്പിടിക്കാൻ പറ്റുന്ന ആളുകൾക്ക് ഒരു ടൈം കൊടുക്കും. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ അത്രയും സമയം ഈ ഭൂമിൻ്റെ മേലെ മയ്യത്തിനെ കടത്തണമെന്നുണ്ടെങ്കിൽ അതിന് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടി വരും. അല്ലെങ്കിൽ എന്താകും, കേടുവരാൻ തുടങ്ങും. അങ്ങനെയാവുമ്പോൾ അത് ബുദ്ധിമുട്ടാകും. അപ്പം ഇതിനൊക്കെ സഹായമാണത്. അപ്പം ആയതുകൊണ്ട് തന്നെ മരിച്ചു കഴിഞ്ഞാൽ കട്ടിലിൽ കിടത്തണം. ആ കട്ടിൽ തന്നെ ഈ പറയുന്ന പഴയ വിരിപ്പ് ഒന്നുമില്ലാത്ത രൂപത്തിൽ കടത്തണം എന്ന് ഖാത്തിമുൽ മുഹഖഖീൻ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു അടുത്ത തുഹ്ഫയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. തുഹ്ഫയുടെ 3-ാം വാള്യം ഇതിന്റെ 154-ാമത്തെ പേജിലുണ്ടോ, വവുളി അന്നദ്ബൻ അലാ സരീരിൻ വനഹ്വിഹി. കട്ടിലോ പോലോത്തതിൻ്റെ പേരിലോ, കട്ടിൽ തന്നെ ആവണമെന്നില്ല. ചില ആളുകൾ മരിച്ച് കിടത്താനായിട്ടൊരു കട്ടിൽ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ കട്ടിൽ തന്നെ വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. കട്ടിലല്ലാത്ത അതിന് സമാനമായിട്ട് വേറെ എന്തെങ്കിലും ആയാൽ അതാ. ഇപ്പം പ്രത്യേകിച്ച് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ മരിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ കട്ടിലൊന്നും ചിലപ്പോൾ ആയിക്കൊള്ളണമെന്നുണ്ടാവില്ല. അപ്പം അങ്ങനെ പ്രത്യേകം സംവിധാനത്തിൽ കടത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ അതൊക്കെ ആവാം. ഏതായാലും ഉയർച്ചയിലൊരു കട്ടിൽ പോലോത്തതിൻ്റെ മേൽ കടത്തണം. കാരണം എന്താ, അല്ലാ തുസീബഹു നദാവത്തുല്ലാർദി. അതതിൻ്റെ കാരണം ഭൂമിയുടെ ഈർപ്പം അതിന് തട്ടാൻ പറ്റൂല. ആ ഭൂമിയുടെ ഒരു നനവുണ്ടാകും എന്തു വന്നാലും. അത് ഈ പറയുന്ന മയ്യത്തിന് തട്ടിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് തന്നെ മിൻ ഗൈരി ഫിറാഷിൻ, ഒരു വിരിപ്പോ ഒന്നും വിരിക്കണ്ട, പച്ചയായിട്ട് അങ്ങനെ കടത്തുകയാണ് വേണ്ടത് എന്ന് വ്യക്തമായിട്ട് പറയുമ്പം എന്തുകൊണ്ട് അങ്ങനെ പച്ചയായിട്ട് കടത്തണം, അതുപോലെ തന്നെ ഭൂമിയുടെ ഈർപ്പം തട്ടിക്കൂടാ, ഇതൊക്കെ എന്തിന്റെ കാരണത്തിന് വേണ്ടിയിട്ട് എന്നുള്ളത് കാരണം മഹാനായ ഇമാം ഷർവാനി റളിയല്ലാഹു അൻഹു തുഹ്ഫ വിശദീകരിച്ചുകൊണ്ട് ആശിത്തു ഷർവാനിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിന്റെ കാരണങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതൊക്കെ അവിടെ ആവശ്യകതയുണ്ട് എന്നുള്ളത്. ആശിത്തു ഷർവാനിയുടെ 3-ാം വാള്യത്തിന്റെ 480-ാമത്തെ പേജിലുണ്ടോ, അല്ലാ യഹ്മ അലൈഹി ഫയതഗയ്യറ. ഇപ്പൊ ഒരു വിരിപ്പോ അതുപോലെ തന്നെ അങ്ങനെ പാഴയോ ഒക്കെ വിരിച്ചു കഴിഞ്ഞാൽ അതിന്റെ മേലെ കടത്തുമ്പോൾ എന്താകും, ചൂട് വരും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ അത് വരുന്ന സമയത്ത് എന്താകും, അതിങ്ങനെ ഈ വിയർക്കാൻ ഒരു ചെറിയൊരു വിയർപ്പ് അതിന് കൂടുതൽ ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ആകുന്ന സമയത്ത് മയ്യത്ത് കേട് വന്നു പോകും. അതാണ് ഫയതഗയ്യറ. അതെന്താകും, അതിന്റെ പകർച്ച വരും.
അപ്പൊ അതിനക്ക് പകർച്ച വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്, കൂടുതൽ നമുക്ക് വെച്ചിക്കാൻ കഴിയൂല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ട് തന്നെ ശോഭരി ഇമാമൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു, ബൽ യുൽസഖു ജിൽദുഹു ബിസ്സരീരി, കട്ടിലിന്റെ മേലെ അങ്ങനെ ആ ബോഡി ശരീരം അങ്ങനെ പച്ചയായിട്ട് തട്ടുന്ന രൂപത്തിൽ തന്നെ കിടത്തണം. അങ്ങനെയാണ് കിടത്തേണ്ടത് എന്നുള്ളത്. അപ്പൊ പിന്നെ അവിടെ ചർച്ചകൾ ഒരുപാട് നടന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ വീണ്ടും ചർച്ചകളാണ്. ഇങ്ങനെ ഭൂമിന്റെ പ്രതലത്തിൽ അങ്ങനെ ഈർപ്പോ മറ്റോ ഒന്നുമില്ല, അങ്ങനെ നല്ല ഉണങ്ങിയ ഒരു പ്രതലാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ പറ്റൂല എന്ന വിഷയത്തിൽ പറ്റൂല അങ്ങനെ ഒരുപാട് കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇബ്നു ഹജർ ഹൈതമി തങ്ങളുടെ ത്വഹഫ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു ഖാസിം അൽ-അബ്ബാദി റഹിമഹുല്ല ആശത്തുൽ അബ്ബാദിയിലൊക്കെ പറഞ്ഞു, ഭൂമിന്റെ ഈർപ്പുണ്ടാവില്ല എന്നൊന്നും എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, എത്ര ഉണങ്ങിയാലും അത് ഉണ്ടാകും. അതുകൊണ്ട് ഒരു നിലക്കും ഭൂമിന്റെ മേലെ അങ്ങനെ കടത്തണ്ട എന്ന് തന്നെയാണ് വരിക എന്നുള്ളത്. ഇതിന്റെ 96 മൂന്നാം വള്ളി ത്വഹഫയുടെ ഈ പറയുന്ന ആശത്തുൽ അബ്ബാദിയുടെ മൂന്നാം വള്ളത്തിന് 96-97 പേജുകൾ നോക്കിയാൽ കാണും. കണ്ടോ, ഖദ് യുൻദറു ഫീഹി ബി അന്നൽ അർള ലാ തുഖ്ലു അന്നദാബത്തി വൻ ഖഫിയത്ത്. എത്ര തന്നെ ഭൂമി ഉണങ്ങി എന്ന് പറഞ്ഞാലും എന്താകും, അവിടെ നനവുണ്ടാകും. അപ്പൊ ആയതുകൊണ്ട് തന്നെ അങ്ങനെ പച്ചയിൽ അവിടെ ഈ പറയുന്ന നിലത്ത് അങ്ങനെ കിടത്തണ്ട എന്നാണ്. ഇനി മാത്രമല്ല, അതൊരു ഉയർച്ചയിൽ തന്നെ ആവണം എന്ന് പറയുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം നേരത്തെ പറഞ്ഞല്ലോ, മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുന്നത് പോലെയല്ല, പിന്നെ പ്രാണികളൊക്കെ ഇങ്ങനെ കയറാൻ തുടങ്ങും. നമ്മുടെ ശരീരത്തിൽ ഇപ്പം അങ്ങനെ പ്രാണികളൊന്നും ഇങ്ങനെ കയറി വരൂല. നേരെ മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല. അപ്പൊ അതിനൊക്കെ ഒരുപാട് സഹായകം ഇതിലുണ്ട് എന്നുള്ളത് മഹാനായ ഇമാം മാവർദി റളിയല്ലാഹു അൻഹു ഹാവിലുൽ കബീറിൽ അത് വ്യക്തമായിട്ട് അതൊക്കെ പറയുന്നുണ്ട്. ഹാവിൽ കബീറിന്റെ 3-ാം വാള്യം ഇതിന്റെ 5-ാമത്തെ പേജിലായിട്ട് ഉണ്ടോ, മുർത്തഫിൻ, ഉയർന്നൊരു സ്ഥലത്ത് തന്നെ ആയിരിക്കണം. അപ്പൊ താഴെയും പോരാ, ഉയർന്ന്, പിന്നെ മരിച്ചാൽ കഴിഞ്ഞാൽ ബഹുമാനം കൂടുകയാണല്ലോ. അപ്പൊ ആയതുകൊണ്ട് തന്നെ ഒരു ഉയർച്ചയിലും അതുപോലെ തന്നെ അതൊരു ഉയർച്ചയിലാവുക എന്നുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. അല്ലാ തുസ്രിഅ ഇലൈഹി അഫൂനത്തുൽ അർളി വയബ്ഉദ അനിൽ ഹവാമി. ഉണ്ടോ, ഈ പറയുന്ന ഭൂമിയുടെ ഈർപ്പം അതിന് തട്ടാതിരിക്കാനും, ഇനിയിപ്പോ ഒരു പലക പോലത്തെ നിലത്തും കൂടി വിരിച്ചാൽ പോരെ എന്നാകും, അതും പോരാ, ഒരു ഉയർച്ചയിൽ തന്നെ ആവണം എന്ന് പറയാൻ കാരണം ഈ പറയുന്ന പ്രാണികൾ, ജന്തുക്കള്, ഇതൊക്കെ അതിനെ തൊട്ട് വിദൂരമാക്കി നിർത്തുക. ഇങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് എല്ലാ ചർച്ചക്കും പൂട്ടിട്ടുകൊണ്ട് മഹാനായ ഇമാം ബുജൈരിമി റഹിമഹുല്ല അവിടുത്തെ ഹാഷ്യത്തുൽ ബുജൈരിമി, അതായത് ഈ സക്കൽ അൻസാരി തങ്ങളുടെ ഫതുഹുൽ വഹാബ് അതൊന്ന് വിശദീകരിച്ച് മഹാനായ ഇമാം ബുജൈരിമി തങ്ങൾ ഹാഷ്യത്തുൽ ബുജൈരിമിയിൽ അവിടെ പറയുന്നുണ്ട്. ഇവിടെ മാവർദി ഇമാമിന്റെ ഒക്കെ സംസാരത്തിന് മനസ്സിലാക്കും, ഇനി എങ്ങനെ ഈർപ്പുണ്ടാകട്ടെ, ഭൂമിക്ക് നനവുണ്ടോ ഇല്ല, ഒന്നും ചർച്ച ചെയ്യണ്ട, നിൽക്ക് നിരുപാധികം നമുക്ക് പറയാൻ പറ്റും, ഈ മയ്യത്തിനെ കടത്തേണ്ടത് ഒരു ഉയർന്ന രൂപത്തിലായിട്ട് ഒരു കട്ടിലിന്റെ മേലെ അങ്ങനെ കടത്തുക. ഇതാണ് നമ്മൾ സ്വീകരിക്കുന്ന റൂട്ടും അത് തന്നെയാണ് വേണ്ടതും. ഈ പറയുന്ന ആശത്തുൽ ബുജൈരിമിയുടെ 1-ാം വാള്യം തന്നെ ഇതിന്റെ 451-ാമത്തെ പേജിലുണ്ട്, ലാക്കിന്ന ഖളിയത്ത കലാമിൽ മാവർദി, നമ്മൾ നേരത്തെ വായിച്ചു. വബിൻ അബി ഹുറൈറ അന്നഹു യുസന്നു വളുഉഹു അലാ മുർതഫഇൻ മുത്ലഖൻ, നിരുപാധികം നിലക്കെന്താ ഈ പറയുന്ന രൂപത്തിന് അങ്ങോട്ട് കടത്തണം മേൽഭാഗത്ത്. അപ്പൊ ഏതായാലും ഒരു കട്ടിലിന്റെ മേലെയായിക്കൊണ്ട് പച്ചയായിക്കൊണ്ട് അങ്ങനെ കടത്തണം. വിരിപ്പും പാടില്ല, പാഴയും പാടില്ല, ഒന്നും പാടില്ല. അപ്പൊ പിന്നെ അവിടെ വീണ്ടും ഒരു സംശയം വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കടത്തി കഴിഞ്ഞാൽ പിന്നെ ആ മയ്യത്തിനിക്ക് പറയുന്നതിന് മേലെ ഒരു തുണി വിരിക്കണമല്ലോ, നേരിയ രൂപത്തിലൊരു തുണിയാണ് വിരിക്കേണ്ടത്. അപ്പൊ ആ തുണി വിരിച്ചിട്ട് ചില ആളുകൾ ഇങ്ങനെ പൊതിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരികെ വെച്ചാണ്ട്, അപ്പൊ പിന്നെ ഈ പറയുന്ന വിരിപ്പിന്റെ അടിയിലായില്ലേ. അങ്ങനെ തിരികെ വെക്കാനൊന്നും ഉലമാ പറഞ്ഞിട്ടില്ല. അതിന്റെ തലഭാഗത്തും തിരികെ വെക്കാൻ വേണ്ടി പറഞ്ഞു, കാൽഭാഗത്തും തിരികെ വെക്കാൻ വേണ്ടി പറഞ്ഞു, പാറിപ്പോകാതിരിക്കാൻ വേണ്ടി. അപ്പൊ പിന്നെ മക്കിങ്ങനെ അങ്ങനെ തൂങ്ങിക്കിടക്കായിരിക്കും. ഇങ്ങനെ ചുറ്റി വെക്കുന്ന രൂപം ഒരിക്കലും ഉലമാ സ്വീകരിച്ച് കണ്ടില്ല. എത്രത്തോളം മഹാനായ നബിമാമിന്റെ മിൻഹാജ് വിശദീകരിച്ചു മഹാനായ ഇമാം മഹല്ലി റളിയല്ലാഹു അൻഹു കൻസുർ റാഗിബീൻ എന്ന് പറയുന്ന കിതാബിൽ, അതിലും തുഹഫയും നിഹായിൽ എല്ലായിടത്തും ഉണ്ട് മസ്അല. അവിടെയൊക്കെ വ്യക്തമായിക്കൊണ്ട് എങ്ങനെയാണ് ഇത് വിരിപ്പിടേണ്ടത്, അത് ഏത് രൂപത്തിലാവണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിന്റെ 1-ാം വാള്യത്തിന്റെ 56-57 പേജുകൾ നോക്കിയാൽ കാണട്ടോ, വസുതിറ ജമീഉ ബദനിഹി ബിസൗബിൻ ഖഫീഫിൻ. എന്നിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, മേൽഭാഗത്ത് ഒരു വിരിപ്പ്, ഡ്രസ്സുകളൊക്കെ അയച്ചു കൊടുക്കണമല്ലോ, പിന്നെ മേൽഭാഗത്ത് ഒരു വിരിപ്പ് അങ്ങോട്ട് വിരിക്കുകയാണ് ചെയ്യുക ഈ മയ്യത്തിന്റെ മേലെ. അപ്പൊ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, വഹ്തറസ ബിൽ ഖഫീഫി, ഇവിടെ നേരിയൊരു വസ്ത്രം എന്ന് പ്രത്യേകം പറയുന്നുണ്ട്, കട്ടിയില്ല പറ്റൂല, അനിസക്കീൽ. അപ്പൊ കട്ടിയില്ലത് ഒരിക്കലും ഇട്ട് കൊടുക്കരുത്. കട്ടിയിൽ ചിലപ്പോൾ ആളുകൾ 2-3 ഒക്കെ ഇട്ട്
കൊടുക്കുന്നത് ഒരിക്കലും ചെയ്യരുത്. കാരണം ഇടുന്ന തന്നെ കട്ടി കുറഞ്ഞതായിരിക്കണം. കട്ടിയുള്ളൊക്കെ ഇടുന്ന സമയത്ത് എന്താകും, ഈ പറയുന്ന അത് ചൂട് വരും. എങ്ങനെ വന്നാലും അതിന് ചൂട് വരും. അപ്പൊ ഈ മയ്യത്തിനൊക്കെ തട്ടുന്ന സമയത്തൊക്കെ മയ്യത്തിന് കേട് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഫസാദ് കയറി വരും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയാവുമ്പോൾ നമുക്ക് കൂടുതൽ വെച്ചിക്കാൻ കഴിയൂല, നമുക്ക് പറഞ്ഞ സമയം വരെ തന്നെ കൊണ്ടുവെക്കാൻ കഴിയൂല. അപ്പൊ അങ്ങനെയൊക്കെ വരും, ബുദ്ധിമുട്ടുകൾ കയറി വരും. അപ്പൊ അതൊക്കെ അതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് അതൊന്നും വേണ്ട, കട്ടി കുറഞ്ഞ നേരിയ വസ്ത്രത്തിലായിക്കൊണ്ട് ഇങ്ങനെ മൂടിയിട്ട്. എന്നിട്ട് പിന്നെ അവിടെ പറയുന്നു ണ്ടോ, തലയുടെ ഭാഗത്തുള്ളത് ഇങ്ങനെ തലയുടെ അവിടെ ഇങ്ങനെ തിരികെ വെക്കാൻ വേണ്ടി പറഞ്ഞു, അവിടെ എടുത്തു വെക്കാൻ വേണ്ടി പറഞ്ഞു. പിന്നെ തൊറഫുൽ ആഖിറു, മറ്റേ ഭാഗം അടിഭാഗം തഹത്ത റിജ്ലിഹി, കാലിന്റെ ഭാഗത്തും അടിയിൽ ഇങ്ങനെ. എന്തിനു വേണ്ടി? ലി അല്ല യൻകിഷിഫ, ഉണ്ടോ, പാടിപ്പോകാതെക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ രൂപത്തിൽ അപ്പൊ രണ്ട് ജാനിബോ രണ്ട് ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ കിടക്കുകയാണ്, അവിടെ ഇങ്ങനെ ചുറ്റിപ്പൊയിഞ്ഞ് വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയുമ്പോഴല്ലേ പിന്നെ ഒന്നും പച്ചയായിട്ട് കിടത്തണമെന്ന് പറയുന്നുണ്ട്, അതുപോലെ തന്നെ പൊതിയണമെന്ന് പറയുന്നുണ്ട്. വൈരുദ്ധ്യം, ഇവിടെ ഒരു വൈരുദ്ധ്യം വരുന്നില്ല, ഒന്നും വരുന്നില്ല, അതിന്റെ രൂപത്തിൽ തന്നെ ആവണം. അപ്പൊ ആ രൂപത്തിലാകുമ്പോഴാണ് ഇതൊക്കെ നമുക്കതിന് ഭംഗിയിലായി കിട്ടുള്ളൂ. അതാണ് ആ മയ്യത്തിനോട് നമ്മൾ മയ്യത്തിനൊക്കെ ചെയ്തു കൊടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമ്മളാ ചെയ്തു കൊടുക്കേണ്ടത്, നമ്മളാണ് സൂക്ഷിക്കേണ്ടത്. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ ആകത്തുക പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കട്ടിൽ ഇട്ടിട്ട് അതിന് പായ വിരിച്ച്, അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് വിരിച്ച്, വലിയ ബെഡ്ഷീറ്റ് വിരിച്ച്, മുന്തിയത് വിരിച്ച്, പുതിയത് വിരിച്ച്, ഇങ്ങനെയൊക്കെ വിരിച്ചുകൊണ്ട് അയാളെ അങ്ങനെ കിടത്തുന്ന സമയത്ത് അത് ആ മയ്യത്തിനോട് ചെയ്യുന്ന ആദരവതല്ല. അങ്ങനെയല്ല ചെയ്യേണ്ടത്. അത് നമ്മൾ ഒന്നും വിരിക്കാതെ കട്ടിൽ അങ്ങനെ കടത്തുമ്പം അതെന്താ, മോശമല്ലേ? ഒരു മോശമില്ല, അങ്ങനെ കടത്തുക വേണ്ടത്. അപ്പോഴേ എന്താകുള്ളൂ, ഈ പറയുന്ന മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അപ്പം അങ്ങനെയാണ് കടത്തേണ്ടതും കേട്ടോ. മറ്റതൊക്കെ ഓരോരോ തെറ്റിദ്ധാരണയായിട്ട് കയറി വരുന്നതാണ്. അപ്പം ആയതുകൊണ്ട് തന്നെ മയ്യത്ത് മരിച്ചോടത്തൊക്കെ വിവരമുള്ള ആളുകളൊക്കെ വന്നിട്ട് അതിൻ്റെ വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് കൊണ്ട് ആ രൂപത്തിലാവണം. അല്ലെങ്കിൽ എന്തെങ്കിലും കാട്ടിക്കൂട്ടി കഴിഞ്ഞാൽ അത് ആ മയ്യത്തിനോട് നമ്മൾ ചെയ്യുമ്പോൾ യാത്രയക്കുക എന്ന് പറഞ്ഞാൽ യാത്രയപ്പ് കൊടുക്കുക, അത് അങ്ങനത്തെ യാത്രയപ്പാണല്ലോ, എങ്ങനെയും കാട്ടിക്കൂട്ടിയിട്ട് കാര്യമില്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യാൻ നമുക്ക് തൗഫീഖ് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.